ഗൈസ്, വരൂ നമുക്കിപ്പം ഗോസിപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. ആക്ച്വലി ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് ഓടി രക്ഷപ്പെട്ടോളി. മേഘ നായരെ കുറിച്ചാണ്. മേഘ നായർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഖിൽ NRDയുടെ ഓടുകാലി പെണ്ണുമ്പള. രാത്രി ബക്കറ്റും കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയില്ലേ, രണ്ടുമൂന്ന് ബാഗൊക്കെ തൂക്കി പിറകെ കെട്ടിക്കൊണ്ട് പോയില്ലേ, ഓളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സ്റ്റോറിയാണ്. സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടിലുണ്ടെന്ന്. ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്നൊരു ഉണ്ടേ മനസ്സിലായില്ല. പോയയിടത്തൊന്നും സന്തോഷമില്ല. ഉള്ളിക്കാർത്തി ഇങ്ങ് തിരിച്ചു പോകുന്നു, അച്ഛൻ്റെ കൂടെ വന്ന് താമസിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് വലിയ പൊരുത്തമൊന്നുമില്ല. ചിലപ്പോൾ അമ്മ നടത്തിയ കല്യാണം ആയതുകൊണ്ടായിരിക്കുമോ? കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ ഈ വിഷയം ഒന്ന് ചർച്ചയ്ക്ക് വയ്ക്കുന്നു. അതിൻ്റെ കാരണം അപ്ഡേഷനായിട്ട് കണക്കാക്കിയാൽ മതി, അല്ലാതെ വേറൊന്നുമല്ല. അവളിട്ട ഒരു വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ട്. ഇനി ഇത് നമ്മളിട്ടു എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വരണ്ട. ഇവിടെ തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ വാർത്ത നടക്കുന്നുണ്ട്. അപ്പം നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ കിടന്ന വാർത്ത നമ്മൾ പറയും. തെലുങ്കുകാരും തമിഴന്മാരും ആര് പറയാനായിട്ട്? നമ്മളും ഉണ്ട്, നമ്മളിവിടെ ഉണ്ടല്ലോ. മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ഇട്ടൊരു വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷെ ആകെ മൊത്തം ഒന്ന് ചടഞ്ഞ് കേട്ടാ. നല്ല ചന്തായിരുന്നു. തുളുക്ക് പുളുക്ക് പോലെ ഇരുന്നതായിരുന്നു. ആകെ മൊത്തം ഒന്ന് ചടഞ്ഞ് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പട്ടിണി പരിവട്ടമൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ഒരു ചാട്ടത്തിനടുത്ത് അങ്ങ് ചാടും. ആ ചാട്ടത്തിൽ തിരിച്ചു കയറാൻ പറ്റില്ലാത്ത ഒരു കുഴിയിലേക്ക് ചാടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കൊരു വോയിസ് കേൾക്കാം. ഇവരുടെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തുമായിട്ട് ഒരു യൂട്യൂബർ സംസാരിക്കുന്ന വോയിസാണ്. അടിച്ചു മാറ്റിയതാണ്, കേൾക്കാം. ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാൾ. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതില്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിനൊന്ന് അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ വിളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ്. വിളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കിട്ടുന്നത്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് പറഞ്ഞതൊക്കെ, ഈ 2ാം അച്ഛന്റെ കേസിൽ. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി 1ാം അച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടിയാണ്. ഇത് 1ാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആൾക്ക് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. പക്ഷെ അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുകൊണ്ട്, അത്യാവശ്യം നല്ല പണമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഞാനാണ്. ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീഗൽ അഡ്വൈസറാ. ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ പുള്ളിക്ക് തലവേദനയും പനിയൊക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് ദേശം കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ ദേശം പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും 2ാം അച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇപ്പം ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നാൽ അതിനിപ്പുറം കോടതിയിൽ വിളിച്ചു. അങ്ങനെ ഈ കുട്ടി വേണ്ടി കോടതിയിൽ പോയി കോടതിയിൽ ജഡ്ജി ചോദിച്ചു അവരുടെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ കാര്യങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വന്ന ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്. എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷേ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാർ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കെടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് ആയതല്ലേ ഉള്ളൂ. സാധാരണ ചട്ടി കലവുമ്പം തട്ടിമുട്ടി നോക്കി അത് ക്ലിയർ ആയിക്കോളും എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവരുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവർ ഇറങ്ങി പോകുന്നു. അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ഇവന്റെ ബസ്സിലായിരുന്നു. ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നത് ഇതായിപ്പോയി, പോയി. അങ്ങനെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അനുവിന് ഒരു അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലിക ജോലിയാണ്. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന കാശ് കിട്ടും. ഏതുകൃഷ്ണന്റെ ജോലി, ഏതുകൃഷ്ണൻ ഇല്ലേ, വിവാദ നായിക, പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയോട് സ്നേഹത്തിലാകുന്നു. ഇവരങ്ങനെ രാത്രിക്ക് പോകുന്നത്. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-5 ദിവസം കുട്ടി വിളിച്ചു വന്ന് വേറെ ജീവിതം മടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി. അഖിലിന്റെ അച്ഛനുമായിട്ട് എന്തോ ട്രബിളാണ്, 1.5 വർഷമായിട്ട് പരാതി പെണ്ണ് പറയുന്നുണ്ട് എന്ന്. അപ്പം ഇവിടെ 1% വരെ പെണ്ണിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം പെണ്ണ് എത്ര പറഞ്ഞിട്ട് വീട്ടുകാരാണത് ചെയ്തു കൊടുക്കാത്തതെന്ന്. വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാത്തടത്ത് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്നാലും ഇവർക്ക് വീട്ടിൽ പോയിക്കൂടെ?
വീട്ടിലോട്ട് പോലെ ഇപ്പം ഇത്രയും സ്നേഹനദിയായ അച്ഛനില്ലേ, വല്ലവൻ്റെ കൂടെ പോയ ശേഷം വീട്ടിൽ ചെല്ലുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ചുമ്മാ അങ്ങ് വീട്ടിലോട്ട് ഒറ്റയ്ക്ക് നിന്ന് കയറണമായിരുന്നു. അതൊന്നും ഒരു ന്യായമല്ല കേട്ടോ, ന്യായവാദമല്ല. വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉപകരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അനുഭവമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനുഭവമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അതിനുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി അവനെ വിട്ട് പോകുമല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മനോരമയിലെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ് ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുഭവമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടർന്നുണ്ട്. അനുഭവം ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുഭവത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ അവളെ എത്ര പറഞ്ഞിട്ടുണ്ടാന്നേ, ഈ പുള്ളി ഞാൻ രണ്ടു ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗം ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ന്യായമല്ല, അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൊക്കെ ചെയ്യണമെന്ന് എഴുതി വെപ്പിച്ചു? അഖിലിന്റെ പല രഹസ്യങ്ങളും അതിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും പുറത്തുമായി തെരുവ് സൈഡൊക്കെ അഖിൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ തെരുവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖിൽ. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുവാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അതാണ് മെയിൻ വിഷയം. അവരുടെ പ്രശ്നമാണ് ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയുടെ ഇത്ര പക ഉണ്ടാകാൻ അത് കണ്ടുപിടിച്ചതാണ്. മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖിൽ പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ. നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടാൽ ഞാൻ പറയുന്നത് എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ പരിഹരണം. അത് ന്യായം. അത് ഒരു മകനെ അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് അച്ഛനോട് അമ്മയോട് ഒരു പോവില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവർ വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അഖിൽ നിരസിച്ചു. അതാണ് ഈ വിഷയം. അപ്പം നിലവിൽ അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണുള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പയ്യൻ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല. ഇവരെ ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുവരെ അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛനെ ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെയാണ് ഇത്. പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവനെ പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ്. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല. അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ജോലിക്കാർ, ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാണ്. വില്ലം ഫാമിലിയാണ്. അവിടെ ഒരു പുരാതനമായ ഒരു 4 വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. 4-5 ഏക്കർ സ്ഥലത്തിനകത്താണ് ഈ വീട് ഇരിക്കുന്നത്. എക്കർനാട്. നല്ല സാമ്പത്തികമുള്ള നല്ല സാമ്പത്തികം തന്നെ. കോടികളുടെ അസുഖം. എനിക്കറിയാമല്ലോ, ഞാൻ അവിടെ ഒരാഴ്ച താമസിക്കുന്ന അവരുടെ കൂടെ. എന്നാ ഭയങ്കര കാര്യം. പുള്ളി എന്ത് കാര്യം ഉണ്ടായി. പുള്ളി ആദ്യം വിളിച്ച് പറഞ്ഞു എന്നോട് മോൾ പോയെന്നും അവനെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടിയെടുത്ത് പുള്ളിയുടെ അടുത്ത് പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. അപ്പൊ ആകെ മൊത്തത്തിൽ പ്രശ്നം ഗുരുതരമാണ്. ഈ പെൺകുട്ടിയുടെ പ്രോബ്ലം കുടുംബമായിട്ടാണ്, അവനുമായിട്ടല്ല എന്നാണ് അറിവ്. എന്ത് തന്നെ ആയാലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അഖിലിന്. അവൾക്കല്ല കേട്ടോ. അവൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ 2 ഭാഗത്തും പ്രശ്നം ഇതാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. ഇതിൽ എന്നോട് കുറച്ചധികം പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതിനെപ്പറ്റി ഈ വീഡിയോ എനിക്ക് ഇട്ട് തന്നിട്ടൊന്ന് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്കിതിനകത്ത് ഒരു അഭിപ്രായമില്ല. എന്ത് ന്യായം പറഞ്ഞാലും ഇപ്പോൾ അവൾക്ക് അവിടെ വലിയ ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ട് അവളെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ആവശ്യം ഒന്നും എടുത്തില്ല എങ്കിലും ഇപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ചല്ല എന്നുള്ളതേ ഉള്ളായിരുന്നു. അല്ലാതെ പാതിരാത്രി പെട്ടിയും കിടക്കയും പറക്കി കെട്ടി അവൻ്റെ വീട്ടിലോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പിന്നെ സാമ്പത്തികമില്ലാത്തൊരു കുടുംബത്തിലേക്കാണ് പോയി കയറിയത്. അപ്പോൾ അത്യാവശ്യം നല്ല വസതിയിലൊക്കെ ജീവിച്ച പെണ്ണ് പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ഒരു കഷ്ടപ്പാടിലേക്ക് ചെല്ലുന്നത് പ്രണയം അത്ര തീവ്ര പ്രണയമൊന്നും ആയിരിക്കത്തില്ല, താൽക്കാലിക ശാന്തിയായിരിക്കാം. ഏതായാലും അറ്റൻഷൻ സീക്കിങ്ങിനാണ് ഈ ഒരു പരിപാടി ചെയ്തതെന്ന് തോന്നുന്നു. പക്വത തീരെ ഇല്ലാത്ത ഒരു പ്രായത്തിൽ ചെയ്ത പരിപാടിയാണ്. ഇതിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വരാനിരിക്കുന്നത് കാത്തിരുന്ന് കാണാം. പിന്നെ എഡ്യൂക്കേഷനും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അത്യാവശ്യം സെക്യൂർഡായിട്ടുള്ള ലൈഫ് മാത്രം പോരാ. ഒരു ഭാര്യയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവൾ ആവശ്യപ്പെടുന്ന, അവൾ അർഹിക്കുന്ന മര്യാദ അവൾക്ക് കിട്ടണം. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്താൽ ചോദ്യം ചെയ്യാൻ പാർട്ട്ണർക്ക് സാധിക്കണം. അങ്ങനെയൊന്നും ചെയ്യാത്തടത്ത് മേഘ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്നൊരു വശമുണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നം, ഈ മാരേജ് ബ്രേക്ക് ചെയ്ത ശേഷം വേണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ അങ്ങനെ സഹിച്ച് അവളവിടെ കിടക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് ഒരുമാതിരി വൺ സൈഡഡ് ആയി പോകും. അങ്ങനെ സഹിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരതൊന്നും സഹിക്കത്തില്ലെന്ന്. അവർക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ സംസാരിക്കും. പിന്നെ പഴയ കാലത്തുള്ള കുറേ പേരുണ്ട്, അവർക്കൊരു രീതിയുണ്ട്. ഇത്ര രാവിലെ എഴുന്നേൽക്കണം, ഇന്ന ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ഒരു ഫ്രീഡം ഒന്നും ഉണ്ടാകത്തില്ല.
അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വീട് എടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. വാടക വീട്ടിലേക്കൊന്നും അവൻ പോകത്തില്ല, അമ്മയച്ഛനെ വിട്ട് വരത്തില്ല എന്ന് പറയുന്നത് നല്ലൊരു മകൻ്റെ ലക്ഷണമാണ്. പക്ഷേ ആ മകൻ സ്വസ്ഥമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ പേരൻസും കൂടെ വിചാരിക്കണം. അവർ അതിൻ്റെ തലയ്ക്ക് കയറാൻ പോയിട്ടല്ലേ ആ കൊച്ചിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കുറ്റക്കാരാണ്, അതാണ് പ്രശ്നം. ആകെ മൊത്തം ഒരു അവിയൽ ചക്ക കൊഴുവോ ഒരു പരുവത്തിലായി എന്നുള്ളതാണ്. മ്യൂച്വൽ കൺസേണിൽ പിരിയുന്നതെന്ന് പറയുമ്പം ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ഇതൊരു റീയൂണിയൻ ഒന്നും പോസിബിൾ അല്ല. എന്ത് സംഭവിക്കുക നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്, തീരെ ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല. എന്നാലും നമ്മളൊരു ഗോസിപ്പ് ചാനലായി മാറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ അധികം എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. എനിവേ, ഈ ഒരു ഭാഗത്ത് മേഘയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഏകദേശം എത്തി. നല്ല കൂട്ടുകാരൻ ഈ എല്ലാ കാര്യവും അങ്ങ് ഛർദ്ദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടുകാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ അവളുടെ കുടുംബത്തിലാണ്. നല്ല മെലിഞ്ഞ് തൊലിഞ്ഞ് അങ്ങ് വെണ്ണീറായി പോയി ഒച്ച്, അതാണ് സത്യം. പട്ടിണിയായിരുന്നിരിക്കും, നല്ല കാര്യമുണ്ടാ. ഒരു പട്ടിണി ശരിയാക്കാൻ വേണ്ടി പോയി മുഴുപ്പട്ടിണി ആയി എന്നാണ് എനിക്കതിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ മനസ്സിലാകുന്നത്. നല്ലപോലെ തിന്നും കുടിച്ചും കിടന്ന കൊച്ചാണ്, പ്രേമിക്കാൻ പോയാണ് ഈ പരുവത്തിലായത്. ആദ്യം തന്നെ ഈ പ്രണയിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ പ്രണയവും ആ സമയത്ത് കാണിക്കുന്ന ഒരു കെയറിങ്ങും ഒന്നും പിന്നെ കിട്ടൂല എന്നുള്ളതൊരു ലോക തത്വമാണ്. അത് എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പല കോലം പറയും, പല വേണ്ടാതിനും പറയും. നീ ഇല്ലാതെ എൻ്റെ ജീവനില്ല, നീ എൻ്റെ ചങ്കാണ്, നെത്തൊലിയാണ്, നീ എൻ്റെ തൊണ്ടാണ്, ഞാൻ നിൻ്റെ തേങ്ങയാണെന്നൊക്കെ പറയും. ഇതൊക്കെ പറയണ സമയത്തേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് കുടുംബത്തിലുള്ളവർ 4-3 പറയാൻ തുടങ്ങുമ്പം അവിടെ ഒളിച്ചു പാത്ത് നിൽക്കും. തിരിച്ചു പറയാൻ പറ്റത്തില്ല, ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഇനി നല്ല ധൈര്യം കാണിക്കണം. അപ്പോൾ പേരൻസിനെ കുറ്റപ്പെടുത്തേണ്ടി വരും. ഇതിൻ്റെ പോക്കും വരത്തും PSC എഴുത്തും ഇതുമൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. സ്വാതന്ത്ര്യം ഇല്ലായ്മ ഉണ്ടാകും. ഇപ്പം ഇത്രയും സ്വത്തും ആസ്തിയൊക്കെ ഉള്ള ഒരു കൊച്ചൊരു ജോലി അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അവളുടെ ആ ഒരു വൈഷമ്യമുണ്ട്. അവൾക്ക് പണത്തിനേക്കാൾ ഉപരി അത്യാവശ്യം കുറച്ച് ഫ്രീഡോ സ്വസ്ഥതയൊക്കെ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഈ യൂട്യൂബ് ഒക്കെ ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫ് ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. ശരിയാണ്, നല്ല സാലറിയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ലൈഫ് പോലെയാണ് ഇവരത്. ഡോക്ടർമാർക്കുള്ള സാലറി ഇവർക്ക് കിട്ടും, പക്ഷേ ലൈഫ് വളരെ പ്രശ്നമാണ്. അവർക്ക് 24 hours അവർ എൻഗേജ്ഡ് ആയിരിക്കും വിത്ത് മൊബൈൽ ആൻഡ് ഓൾ. സോഷ്യൽ ലൈഫ് ഭയങ്കരമായിട്ട് പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നിർത്തുന്ന കണ്ടിട്ടുണ്ടോ? അതിൻ്റെ റീസൺ ഇതാണ്. അവർ ഭയങ്കരമായിട്ട് ലൈഫേ പോകും. അവർക്ക് ഫുൾ ടൈം ഇതിനകത്ത് എൻഗേജ്ഡ് അല്ലേ. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെയിം തന്നെയാണ്. അതാണ് കുറേയൊക്കെ വീഡിയോസൊക്കെ ചുരുങ്ങുന്നത്. വലിയ പാടാണ് അത്. അനുഭവിക്കുന്നവർക്ക് അറിയാം. എല്ലാവരും പറയും ഒരു പണിയേ ഇല്ലെന്ന്. പണിയേ ഉള്ളൂ, അതാണ് സത്യം. അപ്പോൾ എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.